വൈസ് പ്രസിഡന്റ് JD വാൻസും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥികളാവാൻ അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് ആകാൻ സർവ്വതാ യോഗ്യരാണെന്ന് പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ അവരെ ആരെ പിന്തുണയ്ക്കും, താൻ പിന്തുണയ്ക്കുമെന്ന് മാത്രം അദ്ദേഹം ഇതേവരെ വിശദമാക്കിയിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. പ്രസിഡന്റ് ആരെ തുണയ്ക്കും? പ്രസിഡന്റ് തുണയ്ക്കുന്നയാളായിരിക്കും സാമാന്യ നിലയിൽ ഈ സ്ഥാനാർത്ഥിയാവുക റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. ഇവിടെ ഇപ്പം ഹൈക്കമാൻഡ് പ്രസിഡൻ്റാണ്, വേറെ ആരും പറയാനില്ല. ഈ പ്രൈമറി ഇലക്ഷനിലൂടെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെങ്കിലും പ്രസിഡന്റ് തുണയ്ക്കുന്നയാൾ അത് മാഗ റിപ്പബ്ലിക്കൻസ് എല്ലാം. അപ്പോൾ അയാൾ അങ്ങേരെ തന്നെ പിന്തുണയ്ക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് വാൻസിനെയാണോ റൂബിയോയോ ആണോ എന്നാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കുട്ടികൾ എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് സംസാരിക്കുന്നത്. പിന്നെ റൂബിയോയ്ക്ക് 51 വയസ്സുണ്ട്, പ്രസിഡന്റ് ട്രംപിന് 79 പിന്നെ ഈ JD വാൻസിന് 41 വയസ്സേ ഉള്ളൂ. എങ്കിലും ഇവർ രണ്ടുപേരും JD വാൻസ് ഒഹായോയിൽ നിന്ന് പിന്നെ സെനറ്ററായിരുന്നു, അതുപോലെ തന്നെ റൂബിയോ ഫ്ലോറിഡയിൽ നിന്ന് സെനറ്ററായിരുന്നു, അപ്പം US സെനറ്ററായിരുന്നു. അപ്പം രണ്ടുപേർക്കും അങ്ങനെയുള്ള പരിചയങ്ങളൊക്കെ ഉണ്ട്, ജനപിന്തുണയും പരിചയവും ഒക്കെ ഉണ്ട്. പിന്നെ ഇനി അവരെ ആരെയാണ് പ്രസിഡന്റ് ഫേവർ ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതിനാണ് മുൻതൂക്കം കിട്ടുക. അപ്പോൾ ഇവർ തമ്മിലൊരു മത്സരമൊന്നും ഇല്ലയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള പിന്നെ യാതൊരു കാര്യങ്ങളുമില്ല, താല്പര്യവുമില്ല. ഇപ്പം JD വാൻസാണ് വരുന്നതെങ്കിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അദ്ദേഹത്തെ അംഗീകരിക്കും എന്നുള്ള രീതിയിലാണ് റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പം റൂബിയോ രണ്ടുപേരും കത്തോലിക്കരാണ്. JD വാൻസ് പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിൽ വന്നതാണ്. അതിനു പുറമേ ഈ രണ്ടു കൂട്ടരും പിന്നെ JD വാൻസ് ഒരു കാലത്ത് പ്രസിഡന്റ് ട്രംപിൻ്റെ വലിയ വിരോധിയായിരുന്നു, ശത്രുവായിരുന്നു, പിന്നെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു. പിന്നീടാണ് ട്രംപിൻ്റെ ഓരോ നയങ്ങളിലും ആകർഷണമായിട്ട് ട്രംപിസത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സാധാരണയായിട്ട് വൈസ് പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്നയാൾ അടുത്ത പ്രസിഡൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ തവണ കമല ഹാരിസ് അങ്ങനെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നത്. പ്രസിഡന്റ് തീരുമാനിച്ചു, വൈസ് പ്രസിഡൻ്റാക്കി. അപ്പം തീർച്ചയായിട്ടും പിന്നെ പ്രസിഡൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടി. നേരെ മറിച്ച് പിന്നെ ആദ്യത്തെ ടൈമിൽ ട്രംപ് പിന്നെ മൈക്ക് പെൻസിനെയാണ് വൈസ് പ്രസിഡൻ്റ് ആക്കിയത്. പക്ഷേ അദ്ദേഹത്തെ പിന്നീട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് പിന്നെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാം തവണയും ട്രംപ് തന്നെയാണ് മത്സരിച്ചത്. അപ്പം വീണ്ടും പിന്നെ പെൻസിനെ കൊണ്ടുവരാനുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന രീതിയിലും ആരോ പറയുന്നത് കേട്ടു. എങ്ങനെ വന്നാലും ഈ രണ്ടു പേരിൽ വാൻസാണോ പിന്നെ റൂബിയോ ആണോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ട്രംപ് ഫേവർ ചെയ്യുന്ന ആൾ അപ്പം മിക്കവാറും വൈസ് പ്രസിഡന്റിനെ തന്നെ ഫേവർ ചെയ്യും എന്ന് തന്നെയാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ റേറ്റിങ്ങും നല്ല അപ്രൂവൽ റേറ്റിംഗ് ഉണ്ട് രണ്ടുപേർക്കും. പിന്നെ ഈ മാർക്കോ റൂബിയോ പല കാര്യങ്ങളാണ് ഒരേ സമയം ചെയ്യുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്, ചീഫ് ആർക്കൈവിസ്റ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്രക്കാരെ ഈ വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സണായിട്ടും സംസാരിക്കുന്നത് കണ്ടു. എല്ലാ തരത്തിലും മികവ് കാണിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മാർപ്പാപ്പായുടെ അടുത്ത് പോയി പിന്നെ ട്രംപ് പറഞ്ഞ അലോസരങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് അവിടെ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ തരത്തിലും അത് പിന്നെ മുന്നിട്ട് നിൽക്കുന്നു റൂബിയോ. ഇനി JD വാൻസ് ആവട്ടെ, ഈ സ്ഥാനാർത്ഥികൾ ചില സ്ഥാനാർത്ഥികൾ പിന്നെ ഇലക്ഷനിൽ അവർക്ക് സഹായം വേണം, അവർക്കൊരു പിന്നെ പിന്തുണ ആവശ്യമുണ്ട്. ഇപ്പം ഒഹായോയിൽ രാമസ്വാമിയുടെ ഇലക്ഷന് JD വാൻസ് അവിടെ പോയി പിന്നെ വോട്ട് ചെയ്തു. രാമസ്വാമിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും അതിന് പിന്നെ സംസാരിക്കുകയും ചെയ്തു ആ അവസാന നിമിഷത്തിലും. അപ്പോൾ അങ്ങനെ ഈ സഹായം ആവശ്യമുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ പിന്തുണയുമായിട്ട് JD വാൻസാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയായാലും JD വാൻസിൻ്റെ സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. അപ്പം പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കണം ഒരേ ടിക്കറ്റിൽ. ഇപ്പം JD വാൻസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നു, റൂബിയോ വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ താല്പര്യവും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ വന്നാലും ഇവർക്ക് രണ്ടുപേർക്കും പ്രായം കുറവാണ്. ഈ 5-10 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ റൂബിയോ വൈസ് പ്രസിഡൻ്റായി 10 വർഷം പിന്നെ 8 വർഷം ഇരുന്നു എഴുതുക, 51 വയസ്സേ ഉള്ളൂ. 51 തൊട്ട് 59 വീണ്ടും പ്രസിഡൻ്റ് ആകാനുള്ള സമയം പിന്നെയും കിടക്കുന്നു. അപ്പം എന്തായാലും ഇവർക്കെല്ലാം ഈ അടുത്ത തവണ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ തവണയും മത്സരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പ്രായം കൊണ്ടുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഒരിക്കൽ ചാൻസ് കിട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചാൻസ് തിരിച്ചു വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ കമല ഹാരിസ് കഴിഞ്ഞ തവണ പെട്ടെന്നൊരു ചാൻസ് കിട്ടി, അത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും അവർ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു കമല ഹാരിസ് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു പുതുമുഖം, പുതിയ ആൾ, പുതിയ ആശയങ്ങൾ, ഇതൊക്കെയാണ് മിക്കവരും തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാലിഫോർണിയ ഗവർണർ
ഗാവിൻ ന്യൂസമുണ്ട്. അദ്ദേഹവും തീവ്ര ഇടതുപക്ഷമാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു മീഡിയം നിലപാടിൽ നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇല്ലേ എന്നാണ് പിന്നെ സംശയിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവരാണ് ഇതേവരെ വന്നിരുന്നത്. ആ തീവ്ര നിലപാടുകൾ ഉള്ളവർ കുറവായിരുന്നു. പക്ഷേ ഇപ്പം തീവ്ര നിലപാടുകളുള്ള, ഒന്നുകിൽ വലതുപക്ഷത്തേക്ക് തീവ്ര നിലപാട്, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് തീവ്ര നിലപാട്, ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻറ്റിസും പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് കേട്ടു. അദ്ദേഹത്തെ പിന്നെ ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്ക് അംഗമാക്കുമെന്നും കേട്ടു. എൻ്റെ തീരുമാനമൊന്നും വന്നിട്ടുമില്ല. എങ്ങനെയായിരുന്നാലും അടുത്ത ഇലക്ഷൻ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാണ് ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഈ ട്രംപിൻ്റെ നിലപാടുകൾ മൂലം ഇറാൻ യുദ്ധം, അതുപോലെ തന്നെ ഇവിടെ ഈ വിലക്കയറ്റം, ഇതൊക്കെ തുടരുകയാണെങ്കിൽ ഈ മിഡ് ടേം ഇലക്ഷൻ ഈ നവംബറിൽ തന്നെ അറിയാം ഒരു വിധി തീർപ്പ്. ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിനെതിരായ ഒരു തീരുമാനമാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരായ ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ അത് പിന്നെ അടുത്ത ഇലക്ഷനിലും അത് പ്രതിഫലിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പം ഈ 3-4 മാസത്തിനിടയിൽ ഈ എണ്ണവില കുറയാനോ അല്ലെങ്കിൽ ഇറാൻ യുദ്ധം അങ്ങ് പരിഹരിക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ടോ എന്ന് പിന്നെ സംശയിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണിത്.